പൂച്ച മുട്ടായി മേത്തട്ടെ ഇവിടുന്ന് മുട്ടായി പാപ്പ മുട്ടായി മേത്തട്ടെ മുട്ടായി ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റോട്ടെ. ആ മുട്ടായി മേത്തട്ടെ ഇവിടുന്ന് മുട്ടായി. ആ മൻസൂറിന്റെ മോനിത്. ആ മൻസൂറിന്റെ മോനാ ഇത്. ഞാൻ ഇതുവരെ എടുത്തില്ല, ഒന്ന് നോക്കട്ടെ. എന്താ മായിക്കൊടുക്കാൻ എനിക്കിപ്പോ? എന്താ വേണ്ട എനിക്ക്? മുട്ടായി വേണം എനിക്ക്. ഹലോ. ഓക്കെ ശരി ഓക്കെ. എന്താ വണ്ടി മോനിക്ക് വാങ്ങിക്കാം, മുട്ടായി വാങ്ങിക്കാം. ഒരായിക്കാ നിന്റെ പൈസ നാളെ എടുക്കാം. ഉപ്പ കുഞ്ഞന്റെ മാല കാണുന്നില്ലാലോ. ഇപ്പൊ കുഞ്ഞന്റെ ചെയിനാണില്ലല്ലോ. ഇപ്പൊ കുഞ്ഞനും കൊണ്ടിടാ പോയെ. ഞാൻ പീടിയെ പോയാലോ എന്റെ കമ്പനിക്കാരൻ ഷക്കീർ ഓൻ കുഞ്ഞിനെടുത്തേനു. ഏതായാലും ചെക്കിയടാ. നിങ്ങളൊരു കാര്യം ചെയ്യും, കുപ്പായം മാറ്റി നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഷക്കീറല്ലാടെ ഇരിക്കുന്നത്. എന്താ മൻസൂർ കുഞ്ഞിന്റെ മാല ഇടാ. ഏത് മാല? ഏത് കുഞ്ഞിന്റെ മാല? അറിഞ്ഞൂടെ ഏത് കുഞ്ഞിന്റെ മാലാന്ന്? ഷക്കീറെ ഇനി എന്റെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. മൻസൂർ എന്താ പ്രശ്നം? ഞാൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താന്ന് അറിയില്ലല്ലേ? എന്താ പ്രശ്നം? കൊറേ നേരം അടിക്കുന്നു, എന്താന്ന് പറ. ഞാൻ നേരത്തെ കുഞ്ഞിനെ കൊണ്ട് പീടിയപ്പേക്കുന്നു. പിന്നെ അന്നേരം ഇവനാ കുഞ്ഞിനെടുത്ത് വീട്ടിലെത്തിയ സ്വർണം കാണുന്നില്ല. പിന്നെ ഇവൻ അടിക്കണ്ടേ? ഇതേനും പ്രശ്നം. നല്ല ആരോഗ്യം ഉണ്ടല്ലോ എനിക്ക്, നയിച്ചിരിച്ചോടി എനിക്ക്. ഓനങ്ങനെ ചെയ്യില്ല. നമ്മളെ ചെങ്ങായിരണ്ടോ ഒരിക്കലും ഓനങ്ങനെ ചെയ്യില്ലടാ. ഇനി കണ്ടിട്ടില്ല, കാണാണ്ട് സംസാരിക്കരുത് കേട്ടാ. മൻസൂരെ ഞാൻ എടുത്തിക്കില്ലടാ. എന്റെ മോൻ പറ എന്റെ മോനിലടാ. ഞാൻ എടുത്തിക്കില്ലക്കാ, ഞാൻ അങ്ങനെ എടുക്കില്ലക്കാ. ഇനി അല്ലാണ്ട് പിന്നെ വേറെ ആരും എടുക്കാന്. ഹലോ, കുഞ്ഞന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ മാല കിട്ടില്ലേ? ഇനി എന്താ പറയുന്നത്? ഇത് നേരത്തെ നോക്കണ്ടേ? സോറിയടാ ചെക്കിയറേ, എന്റെ ഓളെ ഇപ്പം വിളിച്ചു. സാധനം വീട്ടിൽ നിന്ന് കിട്ടി. സോറിയടാ. എന്ത് സോറി മൻസൂറെ? നിങ്ങളാദ്യം വീട്ടിൽ നോക്കിയിട്ടല്ലേ വരണ്ടേ? ഇത്ര ആള് മുന്നിൽ നിന്ന് ഓനെ കള്ളനാക്കിയില്ലേ? ഓ ഇരിക്കില്ല, ഞാൻ ആദ്യം പറയില്ല മൻസൂറെ. ഞാൻ നിങ്ങൾ ബുദ്ധിമുട്ടിലുണ്ടടാ. പക്ഷെ ഇന്ന് വരെ കക്കാൻ പോയിക്കില്ലാണ്.